2018 മലയാള സിനിമയ്ക്ക് നല്ല കാലമായിരുന്നു. ചെറുതും വലുതുമായ ഒട്ടേറെ ഹിറ്റുകൾ പിറന്ന വർഷം. ഒരു പിടി ചെറു ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് കാണികളെ തിരികെ എത്തിച്ച വർഷം. താരപുത്രന്മാർ 3 പേരാണ് പോയ വർഷം നായകന്മാരായി അരങ്ങേറിയത്. പ്രണവ് മോഹൻലാൽ, ശ്രാവൺ മുകേഷ്, കാളിദാസ് തുടങ്ങിയവർ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരായി മാറി. മലയാളത്തിന് പ്രിയപ്പെട്ട നസ്രിയ 4 വർഷത്തിന് ശേഷം കൂടെയിലൂടെ വീണ്ടും സിനിമയിലേക്ക് എത്തി. ഈ വർഷം കൂടുതൽ നല്ല ചിത്രങ്ങൾ ചെയ്ത് പ്രേക്ഷകരെ ഞെട്ടിച്ചത് ഫഹദ് ഫാസിൽ തന്നെയാണ്. കാർബൺ, വരത്തൻ, ഞാൻ പ്രകാശൻ എന്നീ 3 ചിത്രങ്ങളിലൂടെ അഭിനയത്തിന്റെ വ്യത്യസ്ത മുഖങ്ങളാണ് ഫഹദ് മലയാളത്തിന് കാണിച്ചു തന്നത്. മോഹൻലാലിന് ശേഷം ഇത്ര അനായാസമായി അഭിനയിക്കുന്ന മറ്റൊരു നായക നടൻ മലയാള സിനിമയ്ക്ക് വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നായകൻ എന്ന നിലയിൽ ടൊവിനോ തോമസ് ഏറെ നേട്ടമുണ്ടാക്കിയ വർഷമായിരുന്നു കടന്നുപോയത്. പ്രളയ ദുരിതത്തിൽ നേരിട്ട് സഹായം ചെയ്തത് വഴി ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടാൻ ടൊവിനോയ്ക്ക് കഴിഞ്ഞു. തീവണ്ടി, മഡോണ, ഒരു കുപ്രസിദ്ധ പയ്യൻ, എന്റെ ഉമ്മാന്റെ പേര് തുടങ്ങിയ ചെറു ചിത്രങ്ങളെല്ലാം തന്നെ മികച്ച അഭിപ്രായമാണ് നേടിയത്. നിവിൻ പോളിയുടെ വൻ പ്രോജക്റ്റായ കായംകുളം കൊച്ചുണ്ണി ഹിറ്റായെങ്കിലും ശ്യാമപ്രസാദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹേയ് ജൂഡ് തിയേറ്ററിൽ കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടാക്കിയില്ല. ഡീഗ്രേഡിങ്ങിനെ അതിജീവിച്ച് മോഹൻലാലിന്റെ ഒടിയൻ ഇപ്പോഴും നല്ല രീതിയിൽ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നുണ്ട്. കായംകുളം കൊച്ചുണ്ണിയിലെ ഇത്തിക്കരപ്പക്കിയായി എത്തിയ മോഹൻലാലിനെയും ആരാധകർ ആവേശത്തോടെയാണ് വരവേറ്റത്. മോഹൻലാലിന്റേതായി തിയേറ്ററിലേക്ക് എത്തിയ ഡ്രാമ, നീരാളി എന്നീ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ചലനങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. എബ്രഹാമിന്റെ സന്തതികൾ, സ്ട്രീറ്റ് ലൈറ്റ്, പരോൾ, ഒരു കുട്ടനാടൻ ബ്ലോഗ്, അങ്കിൾ തുടങ്ങിയ ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയത്. ഇതിൽ എബ്രഹാമിന്റെ സന്തതികൾ മാത്രമാണ് ബോക്സ് ഓഫീസ് ഹിറ്റ്. ദുൽഖറിന്റേതായ മലയാളം റിലീസുകളൊന്നും ഈ വർഷം ഉണ്ടായിരുന്നില്ല. ജയസൂര്യയുടേതായി പുറത്തിറങ്ങിയ ക്യാപ്റ്റൻ, ഞാൻ മേരിക്കുട്ടി, പ്രേതം 2 എന്നീ ചിത്രങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. രണം, മൈ സ്റ്റോറി, കൂടെ എന്നിങ്ങനെ 3 റിലീസുകളായിരുന്നു പൃഥ്വിരാജിന് ഉണ്ടായിരുന്നത്. ഇതിൽ കൂടെ ഒഴിച്ച് മറ്റു 2 ചിത്രങ്ങളും വലിയ വിജയമായിരുന്നില്ല. നിരവധി അന്തർദേശീയ പുരസ്കാരങ്ങളും ദേശീയ പുരസ്കാരങ്ങളും മലയാളത്തിലേക്ക് കൊണ്ടുവന്ന സിനിമയായിരുന്നു 2018 പുറത്തിറങ്ങിയ ഈമയൗ. ലിജോ ജോസ് പല്ലിശ്ശേരിയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. ചെമ്പൻ വിനോദാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തിയത്. ഇന്ദ്രൻസിന് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് നേടിക്കൊടുത്ത ആളൊരുക്കം എന്ന ചിത്രവും പത്മകുമാർ, ജോജു ജോർജ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ജോസഫ് എന്ന ചിത്രവും 2018 മികച്ച ചിത്രങ്ങൾ തന്നെയാണ്. ഇവ കൂടാതെ പഞ്ചവനതത്ത, ക്വീൻ, അരവിന്ദന്റെ അതിഥികൾ, സുഡാനി ഫ്രം നൈജീരിയ തുടങ്ങിയ കുഞ്ഞു സിനിമകളും പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. പഴയ മലയാള സിനിമകളിലെ സ്ഥിരം ക്ലീഷേ നായകന്മാർ മാറുന്ന കാഴ്ചയും ഇക്കൊല്ലം നമ്മൾ കണ്ടു. ആകെ ഒരു ചിത്രം മാത്രമേ ചെയ്തിട്ടുള്ളൂവെങ്കിലും ഈ വർഷം ഐശ്വര്യലക്ഷ്മിക്ക് കൂടി അവകാശപ്പെട്ടതാണ്. കാരണം അത്രമേൽ ശക്തമായ ഒരു കഥാപാത്രമാണ് ഇക്കൊല്ലം ഐശ്വര്യ വരത്തനിൽ ചെയ്തിരിക്കുന്നത്. മലയാളം ആഘോഷമാക്കി മാറ്റിയ ഒടിയനിലെ നായികയായതാണ് മഞ്ജു വാര്യരുടെ ഈ കൊല്ലത്തെ ഏറ്റവും വലിയ നേട്ടം. കൂടാതെ മാധവിക്കുട്ടിയുടെ കഥ പറഞ്ഞ കമൽ ചിത്രം ആമിയിലെ കേന്ദ്ര കഥാപാത്രത്തെ മഞ്ജു അനശ്വരമാക്കുകയും ചെയ്തു. മലയാള സിനിമയിലെ നായക നിരയിൽ ബോൾഡ് നടിയുടെ പര്യായമായി മാറുകയാണ് പാർവതി. ഇക്കൊല്ലം പുറത്തിറങ്ങിയ മൈ സ്റ്റോറി, കൂടെ എന്നീ ചിത്രങ്ങളിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെക്കാൻ പാർവതിക്ക് കഴിഞ്ഞു. നിമിഷ സജയൻ ചെയ്ത വേഷങ്ങളും ഇക്കൊല്ലം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മധുബാൽ ചിത്രം, ഒരു കുപ്രസിദ്ധ പയ്യനിലെ ജൂനിയർ വക്കീലായെത്തിയ നിമിഷയുടെ പ്രകടനം ശരിക്കും പ്രേക്ഷകരെ ഞെട്ടിക്കുക തന്നെ ചെയ്തു. അനു സിത്താരയ്ക്ക് ഈ കൊല്ലം കൈനിറയ ചിത്രങ്ങളായിരുന്നു എന്ന് തന്നെ പറയാം. അതിൽ മിക്കതും ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങളായിരുന്നു. ക്യാപ്റ്റനിലെ അനിതയായെത്തിയ അനു സിത്താര പിന്നീട് പടയോട്ടത്തിലൂടെയും കുട്ടനാടൻ ബ്ലോഗിലൂടെയും മധുബാൽ ചിത്രം, ഒരു കുപ്രസിദ്ധ പയ്യനിലൂടെയും പ്രേക്ഷകരുടെ ശ്രദ്ധ നേടി. മോഹൻലാലിന്റെ ഡ്രാമയിലും കുഞ്ചാക്കോ ബോബന്റെ ജോണി ജോണി എസപ്പയിലും അനു സിത്താരയായിരുന്നു നായിക. മലയാള സിനിമ പുതിയവരുടെയും ഇനി വരാനിരിക്കുന്നവരുടെയും കയ്യിൽ 100% ഭദ്രമായിരിക്കും എന്ന ഉറപ്പാണ് 2018 നമുക്ക് തന്നത്. ഫഹദ് ഫാസിൽ മുതൽ ഇന്ദ്രൻസ് വരെയുള്ളവരുടെ പോയ വർഷത്തെ പ്രകടനങ്ങൾ ഇതുതന്നെയാണ് പറയുന്നത്.